ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ നന്ദൻ തന്റെ പിറന്നാൾ ആഘോഷത്തിന് അടുത്തുള്ള ബന്ധുക്കളെ ആരെയും വിളിക്കേണ്ടതില്ല എന്ന് നന്ദൻ പറഞ്ഞതിന്റെ കാരണമായി പറയുന്നത് തനിക്ക് അവരുടെ എല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുകയില്ല എന്നുള്ളതായിരുന്നു. അത് കേട്ട ഉടനെ സന്ദീപ് പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ വേണ്ട, നമ്മൾ മാത്രം അടങ്ങുന്ന നന്ദേട്ടൻ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു പിറന്നാൾ ആഘോഷം അത് മതിയെന്ന് സന്ദീപും സമ്മതിച്ചു. ഈ സമയത്ത് സേതുമാധവൻ അവന്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോള് ഹരിഹരനെ കൂടി വിളിക്കണം, കുറെ നാളായി ഹരിഹരനെ കണ്ടിട്ട്, ഹരിഹരനും കൂടി ഈ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഹരിഹരന്റെ കുറിച്ചുള്ള വാക്കുകൾ കേട്ട ആ നിമിഷം അവന്തികയും അനഘയും പരസ്പരം തലകുനിച്ച് നോക്കുന്നു. ആ നിമിഷം ഹരിഹരനെ കുറിച്ചുള്ള മറുപടിയൊന്നും അവന്തികയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ വന്നതോടെ നന്ദൻ പറഞ്ഞു, ആ അതിനിപ്പോ അമ്മാവനെ വിളിക്കുന്ന കാര്യം വളരെ കഷ്ടത്തിലാവുന്ന തോന്നുന്നത്. കാരണം അമ്മാവന് വരവ് പോലീസ് പ്രൊട്ടക്ഷനോടെയൊക്കെ ആകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ പോലീസോ എന്ന് സേതുമാധവൻ അതിശയത്തോടെ ചോദിക്കും. അതല്ലേ ഞാൻ പതുക്കെ പറയാ ആച്ചാ, അതിന് ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ല, എന്താ കാര്യം എന്നറിയത്തില്ല. അർച്ചന എന്തുകൊണ്ടാണ് എന്റെ പിറന്നാള് അവന്തികയ്ക്ക് അറിയാമായിരിക്കും എന്ന് പറയാനുള്ള കാരണം എന്ന് അവന്തിക അർച്ചനയോട് ചോദിച്ചു. അല്ല, അവന്തിയെ പോലും ഓർക്കാത്ത ആ പിറന്നാൾ ആഘോഷം അത് അർച്ചന എങ്ങനെയാ അറിഞ്ഞത് എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു, അതിന് അതിശയിക്കാനൊന്നും തന്നെയില്ല. ഞാൻ നന്ദേട്ടന്റെ ഇതിനു മുൻപുള്ള ഒരു പിറന്നാൾ ആഘോഷം പഴയ ആൽബത്തിൽ കണ്ടു, അന്നത്തെ ആ ഡേറ്റ് ഞാൻ നോക്കി, അത്രേ ഉള്ളൂ എന്ന് അർച്ചന പറഞ്ഞത് കേട്ട് നന്ദൻ ചോദിച്ചു, അതൊക്കെ ഇരിക്കട്ടെ, എന്റെ പിറന്നാള് ആ ദിവസമാണെന്ന് അർച്ചന മനസ്സിലാക്കി, പക്ഷെ അത് അവന്തികയ്ക്ക് ഓർമ്മ കാണുമെന്ന് എന്തടിസ്ഥാനത്തിലാ പറഞ്ഞത് എന്ന് ചോദിച്ചതും ഉടനെ അർച്ചന ഒന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ ഉടനെ തന്നെ അവന്തികയുടെ പെരുമാറ്റം കണ്ട് ആകെ ദേഷ്യത്തോടെ അവന്തിക നോക്കുന്നതോടൊപ്പം നന്ദനോട് പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ അങ്ങ് ഓർക്കാതിരുന്നൊന്നുമല്ല, എനിക്കറിയാമായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയതാണ് എന്ന് അവന്തിക മറുപടി നൽകി. ഉടനെ നന്ദൻ പറഞ്ഞു, ഓ ശരി ശരി ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഏതൊരു പെണ്ണും മറന്നു പോകാത്ത ഒരു ഡേറ്റ് ആണ് അവളുടെ വിവാഹ ദിവസം, ആ വിവാഹ വാർഷികം. അത് എന്നാണ് എന്നുള്ള കാര്യം അവന്തികയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് അവന്തികയോട് നന്ദൻ ചോദിച്ചിടും. അവന്തികയോടുള്ള ആ ചോദ്യം നന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോ മറുപടി ഒന്നും പറയാനാകാതെ അവന്തിക നിൽക്കുന്നത് കണ്ട ഉടനെ നന്ദൻ പറഞ്ഞു, ഓർമ്മ കാണില്ലെന്നറിയാം, കാരണം പ്രായമായി വരികയല്ലേ, വയസ്സായി വരികയല്ലേ എന്ന് അവന്തികയെ നോക്കി നന്ദൻ പറഞ്ഞപ്പോ എല്ലാവരും അടക്കത്തിൽ ചിരിക്കുന്നത് കണ്ട് അവന്തിക മറുപടി ഒന്നും പറയാതെ വേഗം തന്റെ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവന്തികയുടെ പിന്നാലെ അനഘയും പോയത് കണ്ട് സേതുമാധവൻ ചോദിച്ചു, എന്തിനാടാ വെറുതെ നീ അവളെ ഇങ്ങനെ കബളിപ്പിക്കുകയും ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു, വെറുതെ ഒരു രസം വച്ചാ എന്ന് നന്ദൻ മറുപടി നൽകി. ഉടനെ സന്ദീപ് പറഞ്ഞു, അപ്പൊ ശരി, മറ്റന്നാളെ പിറന്നാൾ ഫംഗ്ഷൻ നമുക്ക് അടിപൊളിയാക്കണം, അതിന്റെ കോർഡിനേറ്റർ ഈ ഞാനായിരിക്കും എന്ന് സന്ദീപ് അറിയിച്ചതും ഉടനെ ശശി പറഞ്ഞു, ഓ അപ്പം അതാകെ കുളമാകുമല്ലേ ഏട്ടാ എന്ന് ശശിയോട് സ്നേഹയും ചോദിച്ചു. ഈ സമയത്ത് പുറത്തേക്ക് പോയ അവന്തികയുടെ പിന്നാലെ എത്തിയ അനഘ പറഞ്ഞു, എന്റെ ചേച്ചി, ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് അടിക്കടി പരാജയമാണല്ലോ. ഈ വീട്ടിൽ ആ നന്ദനും അർച്ചനയും ഒക്കെ കിട്ടുന്ന അവസരത്തിലൊക്കെ ചേച്ചിയെ നാണം കെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ചേച്ചിയെ നോക്കിയുള്ളവരെ കളിയാക്കലും ഇതുപോലെയുള്ള പരിഹസിച്ചുള്ള ചിരിയുമൊന്നും എനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ചേച്ചി. ഇവരുടെയൊക്കെ ഈ സന്തോഷവും ഈ ചിരിയൊക്കെ അവസാനിപ്പിക്കണം. എത്ര തവണയാ ചേച്ചി നമ്മൾ അവരെയെല്ലാം തകർക്കാനായി പ്ലാൻ ചെയ്ത് ഓരോന്ന് ചെയ്തു വരുന്നത്, പക്ഷെ അവസാനം അതൊക്കെ നമുക്ക് വിനയായി തീരുകയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത പദ്ധതികളൊക്കെ പാളി പോവുകയുമാണ് സാധാരണ സംഭവിക്കുന്നത്. ഇതിന് എന്താ ഇനി ഒരു പോംവഴി? ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ നമ്മൾ പരിഹരിക്കും ചേച്ചി? ഈ ഒരു ആഘോഷം അതങ്ങനെ നമുക്ക് തകർക്കാൻ കഴിയും. ഇവരുടെ എല്ലാം സന്തോഷം നമുക്ക് തല്ലിക്കെടുത്തണം ചേച്ചി, അതിനുള്ള വഴി എന്താണ് എന്ന് അനൊക്കെ ചോദിച്ചതും നവ്യ പറഞ്ഞു, അത് ഇനിയിപ്പോ നീ എന്താ ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്ന് ചോദിച്ചതും നിന്റെ പ്രശ്നം എന്താ എന്ന് അവന്തിക അനഘയോട് ചോദിച്ചു. ചേച്ചി, എല്ലാവരുടെ മുന്നിൽ എന്റെ ചേച്ചി നാണം കെട്ട് തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. എപ്പോഴും അവർ ചേച്ചി ഇങ്ങനെ കളിയാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് പോരാഞ്ഞിട്ടാ പിറന്നാൾ ആഘോഷത്തില് പങ്കെടുക്കാനായി ആ വൃന്ദാവനത്തിൽ നിന്ന് ആ ദയാനന്ദ മാഷും കമലടത്തിയും എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്നു. ആ അനുഭവമൊക്കെ ഇവിടെ ഉള്ളവങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് ഇതാ അടുത്ത പടകൂടി ഇവിടേക്ക് വരാൻ പോകുന്നത്. ആ 9 ലക്ഷം നമ്മളല്ല കൊടുത്തത് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മീര കിട്ടുന്ന അവസരത്തിലൊക്കെ ശരിക്കും നമുക്കൊട്ട് കുത്താനുള്ള ശ്രമവും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ
അവന്തിക പറഞ്ഞു, അതിന് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ് എന്ന് അവന്തിക അന്വേഷിച്ചു. അപ്പോഴേക്കും അവന്തികയുടെ ആ ചോദ്യം കേട്ട് അനഘ പറഞ്ഞു, പിന്നെ ചേച്ചി, അവരെ ഇങ്ങനെ എല്ലായ്പ്പോഴും അവരുടെ ചെയ്യുന്നതൊക്കെ അംഗീകരിച്ചു കൊടുത്ത് അവരെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാന്നാണോ ചേച്ചി പറയുന്നത് എന്ന് ചോദിച്ചിട്ടും അവന്തിക പറഞ്ഞു, മോളെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അടുത്ത ദിവസം അവരിങ്ങ് വരട്ടെ എന്ന് ചോദിച്ചിട്ടും അത് ശരി, അപ്പോ ആ വൃന്ദാവനംകാരെല്ലാം ഇവിടെ വന്ന് കുടിയേറി പാർക്കട്ടെ എന്നാണോ ചേച്ചി പറയുന്നത് എന്ന് അനഘ ദേഷ്യപ്പെട്ടു. അവന്തിക പറഞ്ഞു, അതല്ല, അവരിവിടെ വന്ന് വരട്ടെ, ആഘോഷത്തിൽ പങ്കെടുക്കട്ടെ, അതിനുശേഷം ആഘോഷത്തിൽ പങ്കെടുത്ത് അവര് ഇവിടെ തന്നെ നിൽക്കട്ടെ, വരുന്നവരാരും മടങ്ങി പോവില്ല എന്നതാണ് സത്യം. അത് കേട്ട ഉടനെ അവന്തികയോട് ദേഷ്യത്തോടെ അനഘ പറഞ്ഞു, ഓ അത് ശരി, അപ്പോ അവര് മടങ്ങിയും പോവുകയല്ലെന്നോ, എന്നാ പിന്നെ നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം, അതാ നല്ലത് എന്ന് അനഘ അറിയിച്ചപ്പോ അവന്തിക പറഞ്ഞു, എടി മോളെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവരിവിടെ ആഘോഷത്തിൽ പങ്കുചേരാനായി വരുന്നുണ്ട്. പക്ഷെ മറ്റന്നാൾ നടക്കുന്ന ആ ആഘോഷത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന ഒരാള് പോലും ജീവനോടെ പിന്നെ ഇവിടെ നിന്ന് പോവില്ല. മറ്റന്നാൾ കൊണ്ട് ഇവിടെ ആഘോഷത്തിൽ പങ്കെടുക്കാനായി വരുന്ന എല്ലാവരുടെയും ആയുസ് നമ്മൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും ആയുസ് അന്നത്തോടെ അവസാനിക്കുകയാണ് എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ട ഉടനെ അനക്ക് ചോദിച്ചു, ചേച്ചി എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ചേച്ചിയുടെ പദ്ധതി എന്താ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അതേ മോളെ, മറ്റന്നാള് ഈ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. മറ്റന്നാള് നെല്ലിശ്ശേരിയിൽ നിന്നും ആ വൃന്ദാവനത്തിൽ നിന്നും വരുന്നവരെല്ലാവരും ഇവിടെ ആഘോഷത്തിൽ പങ്കുചേരുമ്പോ നെല്ലിശ്ശേരിയിലെ സേതുമാധവൻ എന്ന മനുഷ്യനും ഏറ്റവും കൊച്ചുകുട്ടിയായ ആ ആവണിമോൾ ഉൾപ്പെടെ എല്ലാവരും മറ്റന്നാൾ ഒരു ദിവസം കൊണ്ട് ഈ ലോകത്തോട് വിട പറയും. അതിനുള്ള പദ്ധതിയാണ് ഞാൻ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അനഘ നോക്കുന്നത് കണ്ട് അവന്തിക അറിയിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവന്തികയോട് അനഘ പറഞ്ഞു, ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ചേച്ചി എന്തൊക്കെയാ പറയുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ചേച്ചി എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, എടി മോളെ, നീ നാളെ കഴിഞ്ഞ് നമ്മൾ പോകുന്നതിന് വേണ്ടി നീ ബാഗൊക്കെ റെഡിയാക്കി വെച്ചോ, അതൊന്നും ഓർത്ത് നീ ആശങ്കപ്പെടണ്ട, ഇവിടെയുള്ളത് എല്ലാവരെയും നമ്മൾ ഇല്ലാതാക്കാൻ പോകുന്നു, പിന്നീട് എപ്പോഴോ ചെയ്യാനായിരുന്ന അക്കാര്യം നമ്മൾ ഉടനെ തന്നെ നടപ്പിലാക്കാൻ പോവുകയാണ് എന്ന് അനഘയോട് അവന്തിക അറിയിച്ചു. അനഘ ആകെ ഞെട്ടലോടെ അതെല്ലാം കേട്ടുനിന്നു. അതിനുശേഷം അനഘയുടെ ആലോചന കണ്ട് അവന്തിക പറഞ്ഞു, മോള് അതിനെക്കുറിച്ച് തലകുഞ്ഞ് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, മോള് സമാധാനത്തോടെ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അനഘയെ അവിടെ നിർത്തിയിട്ട് അവന്തിക അവിടെ നിന്ന് മടങ്ങി. പിന്നീട് രാത്രിയിൽ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയ സന്ദീപും സച്ചിയും അവരുടെ ഭാര്യമാരോടും സ്നേഹയുടെയും മീരടുത്തിയുടെയും കൂടെ റൂമിലിരുന്ന് മറ്റന്നാൾ നടക്കുന്ന ആ ഫംഗ്ഷന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് ആലോചിച്ചു. കോർഡിനേറ്ററായ സന്ദീപ് ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ആതിരി ചോദിച്ചു, വല്ലോ നടക്കുവോ, കുറെ നേരമായല്ലോ ഈ ആലോചനയൊക്കെ, അല്ല എന്താ മറ്റന്നാൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ സന്ദീപ് പറഞ്ഞു, ഞാൻ കോർഡിനേറ്റർ ആയതുകൊണ്ട് ഇതൊരു ഗംഭീര പരിപാടിയായിരിക്കണം, വേറെ യാതൊരു പ്രശ്നവും ഉണ്ടാകരുത് ഇവിടെ. ഇനി നിങ്ങൾ ഓരോരുത്തരും എന്താ നടത്തുന്നതെന്ന് എന്താ ചെയ്യുന്നതെന്നും എന്നോട് പറ, എന്നിട്ട് ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറയാം എന്ന് സന്ദീപ് അറിയിച്ചതും സ്നേഹ പറഞ്ഞു, അതെ, എന്റെ നല്ലൊരു പാട്ടും ഡാൻസും ഉണ്ടാവും. സ്നേഹ അത് അറിയിച്ചതോടെ ആതിര പറഞ്ഞു, അതെ, എന്റെയും ഒരു നല്ല പാട്ടും ഡാൻസും ഉണ്ട്, എനിക്കും ഡാൻസ് ചെയ്യണം. അത് കേട്ടപ്പോഴേക്കും അർച്ചന പറഞ്ഞു, പിന്നെ ഈ അവസ്ഥയിൽ നീ ഡാൻസ് ചെയ്യാനോ, അതൊന്നും വേണ്ട, പാട്ട് പാടിക്കോ. അത് കേട്ടതും സന്ദീപും പറഞ്ഞു, അതെ അതെ, നീ പാട്ട് പാടിയാ മതി. അപ്പോഴേക്കും ആതിര വിഷമത്തോട് ചോദിച്ചു, പിന്നെ ഞാൻ ഡാൻസ് കളിച്ചാൽ എന്താ പ്രശ്നം എന്നിങ്ങനെ ചോദിച്ചതും അതിന് അടുത്ത് നിന്ന് മീരടുത്തിയെ നോക്കി സന്ദീപ് പെട്ടെന്ന് ആതിരയോട് പറഞ്ഞു, അതെ, നീ ഡാൻസ് കളിക്കണ്ട, പാട്ട് പാടിയാൽ മതി. ഇനി മീരടുത്തി എന്താ ചെയ്യുന്നത് അത് പറ എന്ന് പറഞ്ഞതും മീര പറഞ്ഞു, അതെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്, കാരണം എനിക്ക് പാട്ട് പാടാനും അറിയില്ല, ഡാൻസ് ചെയ്യാനും അറിയില്ലല്ലോ എന്ന് മീരടുത്തി പറഞ്ഞതും ഉടനെ സന്ദീപ് വേഗം ശശിയോടും അർച്ചനയോടുമായി പറഞ്ഞു, എന്നാ സച്ചിയെന്നും അർച്ചനടുത്തിയും കൂടി ഒരു ഡാൻസ് അത് മതി. അത് കേട്ട ഉടനെ സച്ചി പറഞ്ഞു, ഡാൻസോ, ഞാനോ എന്ന് ചോദിച്ചതും ആകെ അതിശയത്തോടെ സച്ചി ചോദിച്ചത് കേട്ട്, അതിനെന്താ, സച്ചിന്റെ ഡാൻസ് ചെയ്താല് എന്നായി സന്ദീപിന്റെ ചോദ്യം. ഉടനെ തന്നെ സച്ചി പറഞ്ഞു, അതൊന്നും ശരിയാവില്ല, എന്നാ പിന്നെ നീ കോർഡിനേറ്ററായി നിൽക്കുന്ന ഈ പരിപാടി എപ്പോ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ മതി എന്ന് സച്ചി അറിയിച്ചു. ഉടനെ ആതിര പറഞ്ഞു, സച്ചിയുടെ ഡാൻസ് കളിക്കാൻ പറ്റുന്നേ, പറ്റും എന്നൊക്കെ ഇങ്ങനെ പറയപ്പോ അത് കേട്ട് അർച്ചന ചോദിച്ചു, അല്ല നമുക്ക് പാട്ട് പാടാം, അതായിരിക്കട്ടെ, എന്താ സന്ദീപ് നീ എന്താ ചെയ്യാൻ പോകുന്നത്? ഉടനെ സ്നേഹ പറഞ്ഞു, അതെ അതെ, എന്താ സന്ദീപേട്ടൻ ചെയ്യുന്നത് അത് പറ എന്ന് ചോദിച്ചതും
സന്ദീപ് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് സീക്രട്ടാ, ഞാനിപ്പോ പറയില്ല എന്ന് പറഞ്ഞപ്പോ, അതെന്ത് പരിപാടിയാ, അതെന്താന്ന് പറഞ്ഞേ പറ്റൂ എന്നായി സ്നേഹയുടെ ആവശ്യം. അവസാനം എല്ലാവരും ഒരുപോലെ തന്നെ അത് പറയുമ്പോ സന്ദീപ് പറഞ്ഞു, ഫയർ ഡാൻസ് ചെയ്യാൻ പോവാം. അത് കേട്ടതും ആതിര ആശങ്കയോട് ചോദിച്ചു, ഫയർ ഡാൻസോ? അത് കേട്ട ഉടനെ മീരടുത്ത് ചോദിച്ചു, അല്ല എന്താ ഈ ഫയർ ഡാൻസ് എന്ന് ചോദിച്ചതും എല്ലാവരും കൂട്ട ചിരിയിരിച്ചു. എന്നിട്ട് സ്നേഹ പറഞ്ഞു, അയ്യോ ഏട്ടത്തി, ഫയർ അല്ല ഫയർ ഫയർ, തീ. അത് കേട്ടതും ഓ ഫയർ എന്ന് മീരടുത്തി പറഞ്ഞു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, എടുത്തിക്കറിയില്ലേ ഈ വായിക്കകത്ത് മണ്ണെണ്ണ നിറച്ചിട്ട് ഇങ്ങനെ തീപന്തത്തിലേക്ക് കാട്ടി ഊതുന്നത്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഞാൻ കോർഡിനേറ്റർ ആയ സ്ഥിതിക്ക് കുറച്ച് റിസ്ക് എടുക്കാമെന്ന് കരുതി, കുറച്ച് റിസ്ക് കൂടിയ ഐറ്റം ചെയ്യാമെന്ന് കരുതി, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ അപ്പുറത്ത് തന്നെ സ്നേഹ വിളിച്ചു പറഞ്ഞു, സച്ചേട്ടാ, സന്ദീപേട്ടൻ എന്തായാലും ഫയർ ഡാൻസ് കളിക്കാനുള്ള തീരുമാനത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കാനുള്ള എല്ലാ ഏർപ്പാടും നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്തിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സന്ദീപിനെ കളിയാക്കുന്ന രീതിയിൽ സ്നേഹ പറഞ്ഞത് കേട്ട സന്ദീപ് ദേഷ്യത്തോടെ നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, കോർഡിനേറ്ററെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ഫയർ വെച്ചുള്ള പരിപാടിയൊന്നും വേണ്ട, തീ കൊണ്ടുള്ള ഒരു കലാപരിപാടിയും വേണ്ട, മറ്റു പാട്ടോ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ മതി എന്ന് അർച്ചനയെടുത്തി പറഞ്ഞത്. സന്ദീപ് പറഞ്ഞു, ഓ അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ വേറൊരു കാര്യം ചെയ്യാം. ഞാൻ സിനിമാ താരങ്ങളുടെ ഫിഗറും ശബ്ദവും അനുകരിക്കാം, എന്റെ വൺ മാൻ ഷോ. അത് കേട്ടതും എല്ലാവരും ചോദിച്ചു, അതിന് എന്തെങ്കിലും അറിയാവോ ചെയ്യാൻ എന്ന് ചോദിച്ചപ്പം മീരടുത്തി പറഞ്ഞു, ഒരെണ്ണം ചെയ്ത് കാണിച്ചേ. സന്ദീപ് അപ്പോഴേക്കും വീണ്ടും ആലോചിക്കാനായിരുന്നു. ഇത് കണ്ട ഉടനെ സ്നേഹ ചോദിച്ചു, അല്ല ഇതിന് മാത്രം എന്താ ആലോചിക്കാനുള്ളത്, ഏട്ടനൊന്ന് കാണിച്ചേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് സന്ദീപ് തന്റെ പിന്നിലിരിക്കുന്ന ആതിരയോട് പറഞ്ഞു, ആതിര ഒന്ന് എഴുന്നേറ്റേ, അവിടെ പോയി തിരിഞ്ഞു നിന്നേ എന്ന് പറഞ്ഞു. ആതിര എന്തിനാന്ന് ചോദിച്ചിട്ടും അവിടെ പോയി നിക്ക് എന്ന് പറഞ്ഞ് ആതിരയെ അപ്പുറത്തേക്ക് മാറ്റി നിർത്തി. ആതിര അങ്ങനെ പോയി തിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും സന്ദീപ് വേഗം ചാടി എഴുന്നേറ്റിട്ട് തിരിഞ്ഞു നിന്നിട്ട് സന്ദീപ് ആതിരയുടെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ മാഗി ആന്റി ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗി ആന്റിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന സന്ദീപിന്റെ ആ ഡയലോഗ് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു. ആ ചിരി കേട്ട് സന്ദീപിന്റെ ആ ചോദ്യം കേട്ട് സച്ചിയും അർച്ചനയും എല്ലാവരും കൈയടിച്ച് ചിരിച്ചു. ആ സമയത്ത് സന്ദീപ് ആകെ ചമ്മലോടെ എല്ലാവരെയും നോക്കി. അപ്പോഴാണ് അജയന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. അജയൻ വേഗം തന്റെ ബൈക്ക് നിർത്തി കോള് അറ്റൻഡ് ചെയ്തു. കോൾ എടുത്തതും ഹലോ മേഡം എന്ന് വിളിച്ചതും അവന്തിക അജയനോട് ചോദിച്ചു, നീ ഇപ്പം എവിടെയാ ഉള്ളത് എന്ന് ചോദിച്ചതും ഞാനിപ്പം കേരളത്തിൽ തന്നെ ഉണ്ട് മേഡം എന്നായി അജയന്റെ മറുപടി. അതെന്താ നീ ഇത്രയും ദിവസം കേരളത്തിലല്ലായിരുന്നോ എന്ന് അവന്തിക ചോദിച്ചതും അതല്ല മേഡം, ഞാൻ ഇന്നലെ തെങ്കാശി വരെ പോയിരുന്നു. ഇന്നലെ രാവിലെ പോയി വൈകിട്ട് തന്നെ മടങ്ങിയെത്തി, അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ എന്ന് വേഗം അജയൻ മറുപടി നൽകിയതും ഉടനെ തന്നെ അജയനോട് അവന്തിക പറഞ്ഞു, അതൊക്കെ ശരി, നിന്റെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം, അതിനാ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞതും മേഡത്തിന് എന്ത് ഹെൽപ്പ് വേണം ചെയ്യാൻ ഞാൻ തയ്യാറല്ലേ, മേഡം പറഞ്ഞോ എന്ത് ഹെൽപ്പാ വേണ്ടത്, അതിനല്ലേ ഈ അജയൻ ജീവിച്ചിരിക്കുന്നത് തന്നെ എന്ന് അജയൻ പറഞ്ഞതും അവന്തിക പറഞ്ഞു, അതെ എന്റെ ഭർത്താവ് വന്നിട്ടുണ്ട്, എന്റെ ഭർത്താവിന്റെ പിറന്നാളാണോ മറ്റന്നാള് എന്ന് പറഞ്ഞു. മേഡത്തിന്റെ ഹസ്ബൻഡോ എന്ന് വേഗം അതിശയത്തോടെ അജയൻ ചോദിച്ചു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ശരി എന്നാ ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞു. അയ്യോ മേഡം, മേഡം പറ എന്താ മേഡം ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ഉടനെ അവന്തിക പറഞ്ഞു, മറ്റന്നാള് ഇവിടെ പിറന്നാൾ ആഘോഷം നടക്കുകയാണ്, അതിനുള്ള കേക്ക് നീ എനിക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ അജയൻ ചോദിച്ചു, അതാണോ മേഡം, അതേതെങ്കിലും ബേക്കറിയിലോ വല്ലതും വിളിച്ച് മേഡം ഓർഡർ ചെയ്താൽ പോരെ, അവര് കൃത്യമായി അത് എത്തിച്ചു തരുമല്ലോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, ഞാൻ പറയുന്നതിന് മുമ്പ് നീ തോക്കക്കേടി കയറി വെടിവെക്കാതാ എന്നറിയിച്ചു. അത് കേട്ടതും എന്താ മേഡം, മേഡം പറഞ്ഞു എന്ന് അജയൻ അറിയിച്ചു. ഉടനെ അവന്തിക പറഞ്ഞു, നീ കൊണ്ടുവരുന്ന ആ കേക്കിൽ ഞാൻ തരുന്ന ഒരു പൊടി അതിൽ നീ വിതരണം, ആ പൊടി വിതറിയ കേക്കുമായിട്ട് വേണം നീ ഇവിടേക്ക് എത്താൻ, എന്താ പറ്റുവോ, ഇല്ല എങ്കിൽ ഞാൻ വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ചോളാം എന്ന് അവന്തിക അറിയിച്ചു. അത് കേട്ടതും അജയൻ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മേഡം, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് അജയൻ മറുപടി നൽകി. മറ്റന്നാള് ഈ നെല്ലിശ്ശേരി കുടുംബത്തിലുള്ള എല്ലാവരെയും എനിക്ക് ഇല്ലാതാക്കണം, അതിനു വേണ്ടിയാണ് എന്ന് അവന്തിക പറഞ്ഞത്. അജയൻ പറഞ്ഞു, ഹലോ മേഡം, മേഡം അന്ന് പറഞ്ഞ ആ ആളുണ്ടല്ലോ, അയാളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മേഡം ടെൻഷൻ ആവണ്ട, ഉടനെ തന്നെ അയാളെ ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോ അവന്തിക ആ ദേഷ്യത്തോടെ പറഞ്ഞു, അയാൾ എപ്പോഴേ എത്തേണ്ടടുത്ത് എത്തി, ഇനി നീ അന്വേഷിക്കേണ്ട എന്ന് അവന്തിക ദേഷ്യത്തോടെ അജയനോട് അറിയിച്ചു. ഉടനെ അജയനാകെ ടെൻഷനിലെ എത്തേണ്ടടുത്ത് എത്തിയെന്നോ, ഇനി അതിന്റെ പേരിൽ എനിക്കിനി അവരോട് പണം ചോദിക്കാൻ കഴിയില്ലല്ലോ എന്റെ ഈശ്വര, എന്തായാലും സാരമില്ല എന്ന് പറഞ്ഞ് അജയൻ തന്റെ ബൈക്കും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സമയത്ത് അവന്തിക്ക് അരികിലേക്ക് അനഘ എത്തി.
ചേച്ചി എന്താ ചേച്ചിയുടെ പ്ലാൻ? ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും പ്ലാൻ പറഞ്ഞിട്ട് വേണ്ടേ എനിക്ക് അതിന്റെ രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ. അത് മാത്രമല്ല, ഇന്ന് ഈ ഒരു ഒറ്റ ദിവസം കൂടി നമ്മുടെ കയ്യിലുള്ളൂ. ഇതുവരെ നമ്മൾ ചെയ്ത പദ്ധതികളെല്ലാം, നമ്മുടെ നീക്കങ്ങളെല്ലാം പാളിപ്പോവുകയാണ് ചെയ്തത്. അത് മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, നാളെ ഇവിടെ കൊണ്ടുവരുന്ന ആ കേക്കിലാണ് ഞാൻ എന്റെ പുതിയ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത്. ആ കേക്കിൽ വിഷം കലർത്തിയിരിക്കും. അത് കഴിച്ച് ഈ വീട്ടിലുള്ള ഇവിടെ വന്നു ചേർന്ന സകലരും കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ ദേഹത്ത് വിഷം കലർന്ന് അവർ കുഴഞ്ഞു വീണ് മരിക്കും. അത് കേട്ട ഉടനെ അനക്ക ചോദിച്ചു, ചേച്ചി അപ്പോ നമ്മളും ആ കേക്ക് കഴിക്കേണ്ടി വരില്ലേ? അപ്പൊ നമ്മളും വീണു പോവില്ലേ? ഇങ്ങനെ നമ്മുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള ഒരു ഇങ്ങനെ ഒരു പദ്ധതി അതിന്റെ ആവശ്യമുണ്ടോ? ഈ ഒരു പരീക്ഷണത്തിന് മുതിരേണ്ട കാര്യമുണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ടും അവന്തിക പറഞ്ഞു, അത് നീ അക്കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് അവന്തിയെ ചിരിക്കുമ്പോ അനക്ക പറഞ്ഞു, ചേച്ചി നാളെ കേക്ക് മുറിക്കുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കാം. പക്ഷെ ചേച്ചിയെ ആ നന്ദന്റെ ഓവർ സ്മാർട്ട്നെസ് കൊണ്ട് അയാളുടെ ഓവർ സ്മാർട്ട്നെസ് കൊണ്ട് അയാൾ കൃത്യമായും ചേച്ചിയെ കൊണ്ടും അയാൾ ആ കേക്ക് തീറ്റിക്കും. അപ്പൊ പിന്നെ എങ്ങനെയാ ചേച്ചി നമ്മുടെ ജീവൻ പണയം വെച്ചിട്ട് ഇങ്ങനെ ഒരു നീക്കം വേണോ? ഇത്രയും റിസ്ക് കൂടിയ കാര്യം ചെയ്യണോ ചേച്ചി എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, റിസ്ക് കൂടുതൽ എടുത്താൽ മാത്രമേ അതില് നമുക്ക് കൂടുതൽ നേട്ടം കൊയ്യാൻ കഴിയൂ. അതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നീ ആശങ്കപ്പെടണ്ട. നാളത്തെ ആ കേക്ക് നമ്മളും കഴിക്കും. എന്നാൽ മറ്റുള്ളവർ ആ കേക്ക് ധാരാളം കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ശരീരത്ത് അധികമായി വിഷം കലരാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുകയും വേണ്ട ട്രീറ്റ്മെന്റ് നേടുകയും ചെയ്യും. പോസ്റ്റ്മോർട്ടത്തിനായി അവരെ കയറ്റുമ്പോൾ, മറ്റു ബോഡികൾ കയറ്റുമ്പോൾ അതിൽ അവർ കണ്ടെത്തുന്ന ആ വിഷാംശം അവരുടെ ദേഹത്തിൽ അധിക അളവിലുള്ള ഉണ്ടെങ്കിൽ അതിലും കുറച്ചളവിൽ ആ വിഷാംശം നമ്മുടെ ശരീരത്തിലും ചെന്നതായിട്ട് വരുത്തി തീർക്കണം. എന്നാൽ മാത്രമേ നമ്മളെ അവർ കുറ്റക്കാരായി കാണാതിരിക്കുകയുള്ളൂ എന്ന് അവന്തിക അവിടെ നിന്ന് അനഘയോട് അറിയിച്ചു. എല്ലാം കേട്ടതും അനഘയ്ക്കാകെ ടെൻഷനായി. ചേച്ചി നമ്മൾ കരുതുന്ന പോലെയൊക്കെ സംഭവിക്കുമോ ചേച്ചി എന്ന് അനഘ ആശങ്കയോടെ അവന്തികയോട് ചോദിച്ചു. അവന്തിക പറഞ്ഞു, എന്തായാലും നമുക്ക് റിസ്ക് എടുത്താൽ മാത്രമേ നേട്ടം കൊയ്യാൻ കഴിയൂ. അതുകൊണ്ട് നാളെ ഒറ്റയൊരു ദിവസം കൊണ്ട് ഈ കുടുംബത്തിൽ കൂട്ടമരണം നടക്കാൻ പോവുകയാണ്. കൃത്രിമ പേസ് മേക്കർ ഘടിപ്പിച്ച് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ആ സേതുമാധവന്റെ മരണ വാർത്ത അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്ന വിനയചന്ദ്രൻ എന്ന നമ്മുടെ അച്ഛനാണ്. അതോടൊപ്പം തന്നെ ഇത്രയും വർഷക്കാലം നമ്മുടെ അച്ഛനോട് കാണിച്ച അനീതിക്കും ഈ ഒരു വിശ്വാസവഞ്ചനയ്ക്കും നമ്മൾ കൊടുക്കുന്ന വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രതികാരം വീട്ടിൽ കൂടിയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് അവന്തിക അനഘയോട് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം അനഘയാകെ ടെൻഷനോടെ നിന്നു. നാളെ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് അനഘയും ആകെ ആദ്യ പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ മീരടത്തെയും നെല്ലിശ്ശേരിയില് ഹാളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് അനൂപേട്ടൻ എത്തിയത്. മീരടത്തി തറയൊക്കെ തൂത്തു തുടച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നിൽ വന്ന് അനൂപ് മീരെ എന്ന് വിളിച്ചു. അനൂപിനെ കണ്ടതും, ആ അനൂപേട്ടനോ, ഇതെന്താ ഒന്ന് വിളിച്ചു പറയുക പോലും ചെയ്യാറെ എന്ന് ചോദിച്ചു. അല്ല, നീ എന്നെ വിളിച്ച് ഉടനെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നീ എന്താ കാര്യം എന്ന് അനൂപ് അന്വേഷിച്ചതും മീരടുത്തി പറഞ്ഞു, അതെ അനൂപേട്ടനെ വേഗം ഇങ്ങോട്ടൊന്ന് വിളിക്കണമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എന്താ കാര്യം എന്നൊന്നും എന്നോടും പറഞ്ഞില്ല എന്ന് മീരടുത്തി അറിയിച്ചു. അത് കേട്ട ഉടനെ തന്നെ മീരയുടെ ആ വാക്കുകൾ കേട്ടതും അങ്ങനെ സംസാരിച്ചവർ നിൽക്കുമ്പോഴാണ് അവിടേക്ക് സച്ചിയും സന്ദീപും എത്തിയത്. അനൂപേട്ടൻ ഇരിക്കുക എന്ന് പറഞ്ഞ് രണ്ടുപേരും അനൂപിനോട് ഇരിക്കാനായി ആവശ്യപ്പെട്ടതും അനൂപ് പറഞ്ഞു, അല്ല എന്നോട് വേഗം ഇവിടേക്ക് വരാൻ പറഞ്ഞല്ലോ, അതെന്താണെന്നറിയാനാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ സച്ചി പറഞ്ഞു, ഓ അതാണ് അനൂപേട്ട, എന്താ കാര്യം ഞങ്ങളിപ്പോ പറയാം. അച്ഛനും നന്ദേട്ടനും കൂടി ഒന്നിങ്ങ് വന്നോട്ടെ, അനൂപേട്ടൻ ടെൻഷൻ ആവണ്ട എന്നറിയിച്ചു. അത് കേട്ടിട്ടും അനൂപിനാകെ ആധിയായി. എന്താ കാര്യം എന്നറിയാതെ ആകെ സംശയത്തോടെ അനൂപ് അങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവനും നന്ദനും കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. സന്ദീപ് ചെന്ന് പറഞ്ഞനുസരിച്ച് അവർ രണ്ടുപേരും വന്നതോടെ നന്ദൻ മുന്നിലേക്ക് എത്തി അനൂപിനെ വിളിച്ചിട്ട് ചോദിച്ചു, അനൂപ് അല്ലെ, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണുന്നത്, ഞാൻ നന്ദൻ എന്ന് പറഞ്ഞ് ഷെയ്ഖാന്റെ കൊടുത്തതും സേതുമാധവൻ പറഞ്ഞു, അനൂപിനെ നന്ദനെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ അല്ലെ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ തന്നെ ചിരിച്ചുകൊണ്ട്
അനൂപ് നന്ദനെ തനിക്ക് അറിയാമെന്ന് അറിയിച്ചു. ഇത് കേട്ടതും അനൂപ് പറഞ്ഞു, അല്ല, എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കൊണ്ടാണ്, എന്താ കാര്യം എന്നറിയാത്തത് കൊണ്ട് എനിക്ക് മറ്റൊന്ന് രണ്ട് സ്ഥലത്തൂടി പോകണമായിരുന്നു എന്ന് അനൂപ് അറിയിച്ചു. അത് കേട്ട ഉടനെ നന്ദൻ പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, അനൂപിനെ ഒന്ന് കാണണമെന്ന് ഞാനാ പറഞ്ഞത്. അത് മാത്രമല്ല, ഇവിടെ മീരയോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോ ഇതിനു മുൻപ് അനൂപ വർക്ക് ചെയ്തിരുന്ന ആ കമ്പനിയില് അനൂപ് അവിടുത്തെ അക്കൗണ്ടന്റ് ആയിരുന്നുവെന്നും അനൂപിന് ആ കമ്പനി മറ്റൊരാൾ ഏറ്റെടുത്തപ്പോ ആ ജോലി നഷ്ടമായെന്നും ഞാൻ അറിഞ്ഞു. അത് മാത്രമല്ല, അനൂപിന് ആ ഒരു ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് എത്രത്തോളമാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അനൂപിന് ഒരു ജോലി വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ നെല്ലിശ്ശേരിയിലെ ഒരു ഫോൺ കോളിന്റെ കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. നെല്ലിശ്ശേരിയിലേക്ക് ഒരു ഫോൺ ചെയ്താൽ പോരായിരുന്നോ എന്ന് നന്ദൻ ചോദിച്ചു. അപ്പോഴേക്കും വീണ്ടും അനൂപാകെ ടെൻഷനോടെ നിൽക്കുമ്പോ ശശി പറഞ്ഞു, അച്ഛാ, ഇപ്പോ അനൂപേട്ടനാകെ ടെൻഷനിലാണ്. വന്നപ്പോ മുതൽ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുക. അച്ഛൻ ഇനിയും സസ്പെൻസ് വെച്ചുകൊണ്ടിരിക്കാറെ, അച്ഛൻ അങ്ങ് പറഞ്ഞേക്ക് എന്നറിയിച്ചു. അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു, ഞങ്ങൾ പുതിയതായി തുടങ്ങാനിരിക്കുന്ന ഗാർമെന്റ് ഫാക്ടറിയുടെ അക്കൗണ്ടന്റ് ആയിട്ട് അനൂപിനെ നിയമിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ഞങ്ങളുടെ ലെറ്ററാണിത്. ഇത് വാങ്ങിച്ചോളൂ. ഞങ്ങളുടെ ഓഫീസിലെ ആദ്യത്തെ ലെറ്ററാണ്. ആദ്യമായിട്ട് ഞങ്ങളുടെ ആ ഒരു കമ്പനിക്ക് വേണ്ടി ആദ്യമായിട്ട് ഞങ്ങൾ കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അനൂപ് അത് വാങ്ങിക്കാനായി മടി കാണിച്ചു നിൽക്കുന്നത് കണ്ട് സന്ദീപ് പറഞ്ഞു, അനൂപേട്ട സന്തോഷത്തോടെ അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞപ്പോ മീരയും പറഞ്ഞു, അതെ അനൂപേട്ട. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, അത് പിന്നെ എനിക്ക് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ എനിക്ക് നേരെ നീട്ടിയപ്പോ അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഓഫർ സ്വീകരിക്കാനുള്ള അർഹത എനിക്കില്ല, അതാണ് സത്യം. അതിനേക്കാൾ ഉപരി ഈ ജോലി എനിക്ക് വേണ്ട, മറ്റൊരു ജോലി എനിക്ക് റെഡിയായി വരുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു ദുരഭിമാനമായിട്ടോ എൻ്റെ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കരുതാം. എനിക്കും അതിൽ അങ്ങനെ ഒരു കുറ്റബോധമുണ്ട്. നിങ്ങൾ എനിക്ക് നേരെ നീട്ടിയ ഈ ഒരു ഓഫർ എനിക്ക് നിരസിക്കേണ്ടി വന്നതിൽ, നിങ്ങളുടെ നല്ല മനസ്സ് ഞാൻ തൽക്കാലം തള്ളിക്കളഞ്ഞതിൽ എനിക്ക് വല്ലാത്ത വിഷമവുമുണ്ട്. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഒരു ഓഫർ എനിക്ക് നിങ്ങൾ നീട്ടുന്നത് എൻ്റെ സഹോദരിമാരോടുള്ള സ്നേഹം കൊണ്ടും അവര് കാരണം അവരുടെ ആ ഒരു വില ഈ കുടുംബത്തുള്ളതിന്റെ അവരുടെ ആ വിലയുടെ അടിസ്ഥാനത്തിലുമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നീക്കം അല്ലെങ്കിൽ അങ്ങനെ ഒരു നേട്ടം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ അനുജത്തിമാരുടെ കെയർ ഓഫിൽ ഒരു ജോലി, എന്നേക്കാളും വളരെ വിദഗ്ധരും വളരെ കഴിവുള്ളവരുമായിട്ടുള്ള ധാരാളം ആളുകൾ വേറെ ഉള്ളപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസ് നിങ്ങൾ തരുന്നത് എൻ്റെ സഹോദരിമാരോടുള്ള സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹത്തിന്റെയും പരിഗണനയുടെയും കീഴിൽ എനിക്ക് ഈ ജോലി വേണ്ട. ഇതൊരു ദുരഭിമാനമായിട്ടോ എൻ്റെ ഒരു പിടിവാശിയായിട്ടോ വേണമെങ്കിൽ കരുതാം, എനിക്കും അതറിയാം. പക്ഷെ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുന്നതിൽ എനിക്ക് വിഷമവുമുണ്ട് എന്ന് അനൂപ് പറഞ്ഞ് തല ഉഞ്ചങ്ങ് നിൽക്കുമ്പോൾ അനൂപിന്റെ ആ വാക്കുകൾ കേട്ടാൽ സേതുമാധവനും നന്ദനും ശശിയും സന്ദീപും ഒക്കെ പരസ്പരം നോക്കുമ്പോൾ ആകെ ടെൻഷനോടെയും വേദനയോടെയും അനൂപിന്റെ ആ നിലപാട് കേട്ട് സങ്കടത്തോടെയും മീരെടുത്തി അനൂപിനെയും നോക്കുന്നു.